വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ദിവ്യ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞങ്ങളും സുഖമായിരിക്കുന്നു. ഇന്ന് നമ്മൾ പോകുന്നത്, ഇപ്പോൾ നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന ചുറ്റുപാടിൽ നിന്ന് തികച്ചും ഒരു ഓപ്പോസിറ്റ് ഏരിയയിലാണ്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാവുന്നതാണ്. ആൾക്കാരും ബഹളങ്ങളും ബിൽഡിങ്സും ഒന്നുമില്ലാതെ തികച്ചും ശാന്തമായ പ്രദേശത്ത് കൂടിയുള്ള യാത്ര, അറ്റമില്ലാതെ തോന്നുന്ന റോഡിൽ കൂടിയുള്ള യാത്ര. എത്ര പേർക്ക് ഇഷ്ടമാണ് കണ്ണെത്താ ദൂരത്ത് റോഡിന്റെ അറ്റം കൂടി കാണാതെ യാത്ര ചെയ്യാൻ. പക്ഷെ ഞങ്ങളുടെ യാത്രയ്ക്ക് ലക്ഷ്യമുണ്ട് കേട്ടോ. വാദി അൽ ഹൈൽ എന്ന ഡാമിലേക്കാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ മലകളൊക്കെ പച്ച കളറിലായിരിക്കുമല്ലോ, നല്ല പച്ചപ്പൊക്കെ ആയിട്ടുള്ള മലകളായിരിക്കും. പക്ഷേ ഇവിടെയാണെങ്കിൽ അങ്ങനെയല്ല, തികച്ചും വ്യത്യസ്തമാണ്. പക്ഷേ രണ്ടിനും അതിൻ്റേതായ ഭംഗിയുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇവിടെയാണെങ്കിൽ ഞങ്ങൾ പോകുന്ന വഴിക്ക് അരുവികൾ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ മഴ പെയ്തിട്ട് വന്നതാണോ അല്ലെങ്കിൽ മുമ്പേ ഇതേപോലെ ഒഴുക്കുണ്ടോ എന്നൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ കണ്ണീര് പോലത്തെ വെള്ളം എന്നൊക്കെ പറയില്ലേ, പക്ഷെ അതൊരു നല്ലൊരു ഉപമയല്ല എങ്കിൽ കൂടിയും അത്രയും നല്ല ശുദ്ധമായ വെള്ളമായിരുന്നു. കണ്ടപ്പോഴൊന്ന് ഇറങ്ങിയാലോ എന്ന് വരെ തോന്നിപ്പോയി. കുറച്ച് ദിവസം മുന്നേ ഇവിടെ മഴ പെയ്തിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ മലകളിലൊക്കെ ചെറുതായിട്ട് പച്ചപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം മഴ പെയ്തുകൊണ്ടായിരിക്കാം അത് തന്നെ കുറച്ച് ഉണങ്ങിയൊക്കെ വരുന്നുണ്ട്. എന്നാലും മലയ്ക്ക് ചെറിയ പച്ചപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഇടുങ്ങിയ ഒരു വഴിയിലൂടെ, രണ്ട് സൈഡിലും വീടൊക്കെ ആയിരുന്നു. അറബിയുടെ വീടായിരിക്കാം. ആ ഒരു വഴിയിലൂടെയാണ് ഒരു നല്ല നമ്മുടെ നാട്ടിൻ പുറം എന്നൊക്കെ തോന്നുന്ന രീതിയിൽ ഉള്ള വഴികളായിരുന്നു. അവിടുന്ന് കുറച്ച് കുട്ടികളൊക്കെ കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ യാത്ര ചെയ്ത് നമ്മുടെ പോയിന്റിൽ, അതായത് വാദി അൽ ഹൈൽ എന്ന് പറഞ്ഞ ഡാമിൽ എത്തിച്ചേർന്നു. ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് സൺഡേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് കാറുകൾ ഈ ഒരു ഏരിയയിലോട്ട് പോകുന്നുണ്ടായിരുന്നു. കാരണം എല്ലാവർക്കും ലീവാണ്. അതുപോലെ തന്നെ വെള്ളത്തിൽ കളിക്കാനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണല്ലോ ഇതേപോലെ വരിക. അങ്ങനെ ഒരുപാട് കാറൊക്കെ വരുന്നുണ്ടായിരുന്നു. ഇതാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്ന സ്ഥലം. അപ്പോൾ ഇവിടെ നിന്ന് 1 കിലോമീറ്റർ അകത്തേക്കാണ് ഈ ഡാമുള്ളത്. ഇതിനകത്തേക്ക് കാറ് പോയില്ലയോ എന്നുള്ള ഡൗട്ടിൽ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്തു. പിന്നെ ഞങ്ങൾ അധികം റിസ്ക് എടുക്കാൻ നിന്നില്ല. കുറച്ച് ഒന്ന് കാർ ഒതുക്കി നിർത്തിയിട്ട് ബാക്കി നടക്കുകയാണ് ഉണ്ടായിരുന്നത്. കാരണം എങ്ങനെയാണ് റോഡിൻ്റെ അവസ്ഥ എന്നൊന്നും അറിയില്ലല്ലോ. ഞാനാണെങ്കിൽ ഇവിടെ ഇത്ര നാൾ ദൂരം നടക്കേണ്ടി വരുന്നൊന്നും പ്രതീക്ഷിച്ചില്ല. ഷൂ ഒക്കെ ഇട്ടിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ പണി കിട്ടിയെന്ന് പറയാം. കുറേ ദൂരം നടക്കാൻ നോക്കി. പക്ഷേ ഈ കല്ലുകളുടെ ഇടയിൽ കൂടി നടക്കാൻ കുറച്ച് റിസ്ക്കാണ്. കല്ലിങ്ങനെ എന്താ പറയുക, കാല് വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു. അവസാനം പിന്നെ ഞാൻ ഷൂ ഇട്ടിട്ടുള്ള നടത്തം തുടങ്ങി. അല്ലാതെ വേറെ രക്ഷയില്ല. കാരണം കുറച്ച് ദൂരം നടക്കാനുണ്ട്. ഇതിലെ കൂടി കാറ് കൊണ്ടുപോകുന്നതും റിസ്ക്കാണ്. ഇവിടെയാണെങ്കിൽ കുറച്ച് മാറിയിട്ട്, ഈ വഴിയിൽ നിന്ന് മാറിയിട്ട് ഒരു സൈഡിലോട്ടായിട്ട് കുറച്ചൊരു കുളം പോലെ ഉണ്ടായിരുന്നു. അവിടെ നിന്നാണെങ്കിൽ ഒരുപാട് പേര് കുളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ കാണിക്കാം. ഈ അറബികളൊക്കെ നിൽക്കുന്ന സൈഡിൽ അവിടെയാണെങ്കിൽ വെള്ളത്തിലൊക്കെ ചാടാൻ പറ്റുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. ഒരുപാട് പേര് അങ്ങനെ ചാടുന്നൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വിചാരിച്ചു, ഞങ്ങൾ നേരെ ഡാമിൽ ലക്ഷ്യമാക്കിയിട്ടാണല്ലോ പോകുന്നത്, അതുകൊണ്ട് തിരിച്ച് വരുമ്പോൾ അവിടേക്ക് ഇറങ്ങാമെന്ന് കരുതി. പക്ഷേങ്കിൽ അപ്പോഴേക്കും ഇരുട്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടേക്ക് പോകാൻ പറ്റില്ല. ഞങ്ങൾ അവിടെ എത്തിയ ടൈം എന്ന് പറയുന്നത് നല്ലൊരു സമയത്തായിരുന്നു. അധികം വെയിലില്ല, നല്ല കാറ്റൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെ നല്ല വഴി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇത് റോഡായിരിക്കാം. അത് പിന്നെ ഒഴുക്ക് വന്ന് റോഡ് പോയതായിരിക്കാൻ തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല. അതുപോലെ തന്നെ വെള്ളമാണെങ്കിൽ നല്ല വെള്ളം, തീരെ കലങ്ങോ ഒന്നും ചെയ്യാത്ത നല്ല ശുദ്ധമായ വെള്ളമായിരുന്നു. അങ്ങനെ കുറച്ച് ദൂരം നടന്നതിന് ശേഷമാണ് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്, ആ ഡാം കാണാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഡാമിൻ്റെ മുകളിലായിട്ട് പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. അവിടുന്ന് ഒഴുകി വരുന്ന വെള്ളം, പിന്നെ കുറച്ച് വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്നു. പിന്നെ അത്രയൊക്കെയുള്ള ഡാമിൻ്റെ അതിലേക്ക് ഇറങ്ങാനോ അതിൻ്റെ സൈഡിൽ ഇറങ്ങാനോ ഒന്നും പറ്റത്തില്ല. ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ അല്ലായിരുന്നു. പ്രത്യേകിച്ച് മുകളിലേക്ക് പോയിട്ട് പ്രത്യേകിച്ചൊന്നും കാണാനില്ല. കുറച്ച് വെള്ളം ഇങ്ങനെ കെട്ടി നിർത്തിയ സ്ഥലം, അത്രയേ ഉള്ളൂ. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്തായാലും വന്നിട്ട് കുട്ടികൾക്ക് വെള്ളത്തിൽ കളിക്കാനൊക്കെ ഇഷ്ടമാണല്ലോ, അപ്പോൾ പിന്നെ കുട്ടികൾക്ക് വെള്ളത്തിൽ കളിക്കാനുള്ള സൗകര്യം ഒരുക്കാമെന്ന് വെച്ചു. ഞങ്ങൾ അവിടെ ജസ്റ്റ് അവിടെ നിന്ന് കുറച്ച് സമയം നോക്കി എന്തൊക്കെയാണെന്ന് കണ്ടു. പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മുകളിൽ നിന്ന് ഇറങ്ങിയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മൾ നേരത്തെ വരുന്ന വഴിയിൽ അവർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് സൗകര്യം ചെയ്തു കൊടുത്തു.
പിന്നെ ഈ ഭാഗത്ത് വരുന്നവരുണ്ടെങ്കിൽ മുകളിൽ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. പിന്നെ കുറവുള്ള സ്ഥലവും പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യമൊക്കെ താഴെ തന്നെയാണ്. അപ്പോൾ അവിടെ തന്നെ ആയിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇവിടേക്ക് കുറച്ച് കാറുകളൊക്കെ മുകളിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളും കൂടുതൽ ദൂരം പോകാൻ നിന്നില്ല. കുറച്ച് ആളൊക്കെ ഒഴിഞ്ഞ സ്ഥലം നോക്കിയിട്ട്, അധികം ആൾക്കാരൊന്നും ഇല്ലാത്ത സ്ഥലം നോക്കിയിട്ട് ഞങ്ങളും കുട്ടികളെയും കൊണ്ട് അവിടെ സെറ്റായി. അപ്പോഴേക്കും ഒരു ഗ്യാസിൻ്റെ ലോറി വന്നിട്ട് അവിടെ ഇങ്ങനെ താണു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു ഗ്യാസിൻ്റെ ലോറി എങ്ങനെ കയറ്റാന്നുള്ള ഇതിലായിരുന്നു ഞങ്ങളുടെ ശ്രദ്ധ. കാരണം ഒരുപാട് കാറ് ഇതിൻ്റെ ഫ്രണ്ടിലോട്ടായിട്ട് കിടക്കുന്നുണ്ട്. ഇത് ബ്ലോക്കായി കഴിഞ്ഞാൽ എങ്ങനെ പോകും എന്നുള്ള ചിന്തയിലായിരുന്നു. അപ്പോഴേക്കും ഒരു അറബി വന്നിട്ട് ആ കാറിനെ കെട്ടി വലിക്കാവുന്ന രീതിയിൽ ബെൽറ്റ് കൊണ്ട് ശ്രമിച്ചെങ്കിൽ 2 പ്രാവശ്യം ആ ബെൽറ്റ് പൊട്ടിപ്പോയി. ഞാൻ വെറുതെ ഒന്ന് ക്യാമറ കറക്കിയപ്പോൾ അവിടെ ഡാനീഷ് ആണെങ്കിൽ ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് വെള്ളം കെട്ടി നിർത്താനുള്ള ശ്രമത്തിലാണ് അവൻ. വീണ്ടും ഞാൻ നമ്മുടെ ഗ്യാസ് എന്തായെന്ന് നോക്കുകയാണ്, ഗ്യാസും വേണ്ടി. അവസാനം വേറൊരാൾ വന്ന് പുതിയൊരു ബെൽറ്റൊക്കെ കൊടുത്തതിന് ശേഷം അറബിക്ക് പിന്നെ ആവേശമായിരുന്നു. അറബി പിന്നെ വണ്ടിയും വലിച്ചൊരു പോക്കാണ്. ഡ്രൈവറാണെങ്കിൽ ആ ലോറിയിൽ നിന്ന് ചാടുകയാണ്. അയാളുണ്ടോ നിർത്തുന്ന, അയാൾ പിന്നെ ഒന്നും നോക്കില്ല, അയാൾ വലിച്ചൊരു പോക്കാണ്. ഗ്യാസ് ഞങ്ങളവിടെ ലോറിയിൽ നോക്കി നിൽക്കുന്ന സമയത്ത് അനീഷ് ഇവിടെ വെള്ളമൊക്കെ കെട്ടി നിർത്തി ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി എല്ലാവരും കൂടി വന്നിട്ട് ബാക്കിയുള്ള ഭാഗം കൂടി കുറച്ചുകൂടി വെള്ളമൊക്കെ കെട്ടി നിർത്തിയതിന് ശേഷം അവിടെ നിന്ന് പിന്നെ വെള്ളത്തിലുള്ള കളിയായി. പക്ഷേ ഭയങ്കര ഫോഴ്സായിരിക്കില്ല. അനധികൃത ഡാം കൺസ്ട്രക്ഷൻ 10 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. രണ്ട് സൈഡിലും കല്ലിട്ട് ബ്ലോക്ക് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഒഴുകുന്ന വഴിക്കുള്ള നടുവിലായിട്ടുള്ള കല്ലുകളുണ്ടല്ലോ അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് കുറച്ച് ആഴം വരുത്തിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. പിന്നീട് അങ്ങനെ ആകുമ്പോഴേ കുട്ടികൾക്ക് ഇറങ്ങി നിന്നിട്ട് കളിക്കാനായിട്ട് പറ്റുമല്ലോ. അപ്പോഴേക്കും വീണ്ടും ഇതേപോലത്തെ നേരത്തെ പോയതുപോലെ തന്നെ ഒരു കാറും കൂടി താണു പോയിട്ടുണ്ടായിരുന്നു, നെക്സ്റ്റ് ഒരു കാറും കൂടി. അങ്ങനെ അതും അവിടുന്ന് വലിച്ചു കൊണ്ടുപോകുന്നൊക്കെ കണ്ടു. അപ്പോഴേക്കും നമ്മുടെ ഈ കുട്ടികൾക്ക് കളിക്കാനുള്ള വെള്ളമൊക്കെ റെഡിയായി. പിന്നെ അവരവിടുന്ന് അവർക്ക് കിടക്കാനൊക്കെ ഉള്ള വെള്ളം ഉണ്ടായിരുന്നു. കിടന്നിട്ടുള്ള കളി തുടങ്ങി. അത് ഒരുപാട് സമയം രാത്രി ഇരുടാവുന്നവരെ അവിടെ നിന്ന് കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് സമയം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഏകദേശം രാത്രി ആയതിനു ശേഷമാണ് അവിടെ നിന്ന് തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു. അതുവരെ അവർ അവിടെ നിന്ന് കളിയായിരുന്നു. ഞങ്ങളാണെങ്കിൽ ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നത് ഉച്ചയ്ക്ക് 2 മണിക്കാണ്. ആ ഒരു സമയം ആയതുകൊണ്ട് തന്നെ കുട്ടികളൊന്നും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ലീവ് ദിവസമാണ്. ആ ലീവ് ദിവസങ്ങളിൽ 11 മണിയൊക്കെ ആവും കുട്ടികൾ ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ ഉച്ചയ്ക്ക് 2 മണിക്ക് പോകുന്നതുകൊണ്ട് തന്നെ കഴിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ നിന്നാണെങ്കിൽ 1.5 മണിക്കൂറത്തെ ഓട്ടോ ഉണ്ടായിരുന്നു ആ സ്ഥലത്തേക്ക്. ആ ഒരു ഏരിയയിലാണെങ്കിൽ റെസ്റ്റോറൻറ്റൊന്നും ഇല്ലാത്തൊരു ഏരിയയാണ്. അതൊരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ പോകുമ്പോഴാണെങ്കിൽ സ്നാക്സ് മാത്രമായിട്ടായിരുന്നു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വെള്ളത്തിൽ നിന്നൊക്കെ കളിച്ചപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് വിശക്കാൻ തുടങ്ങി. രാത്രിയും ആയി. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇനി ഏതായാലും കാറിൻ്റെ അടുത്തേക്ക് പോയിട്ട് കൊണ്ടുപോയ സ്നാക്സൊക്കെ ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോഴും അവിടെ ആൾക്കാരുണ്ട് കേട്ടോ. നേരത്തെ ഞാൻ കാണിച്ച കുളത്തിൽ നിന്നൊക്കെ ഇപ്പോഴും ആൾക്കാർ അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ നേരെ കാറിൻ്റെ അടുത്തേക്ക് വന്നു. രാത്രി ആയതോടെ അവിടെ നിന്ന് ഇങ്ങനെ തവളയുടെ കരച്ചിലിങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഉള്ളതുപോലെ വല്ലാത്തൊരു നൊസ്റ്റുമായിരുന്നു. പിന്നെ ഞങ്ങളാണെങ്കിൽ ലൈറ്റുകളൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ലായിരുന്നു, സാധാരണ കൊണ്ടുപോകാറുള്ള. അതുകൊണ്ട് തന്നെ കാറിൻ്റെ ലൈറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന ഫുഡൊക്കെ കഴിച്ചു. അതിനുശേഷം നമ്മുടെ കൃഷ്ണേട്ടൻ്റെ പാട്ടൊക്കെ കേട്ടു. പിന്നീടാണ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നത്. നെഞ്ചിലൊരാളോട് കണ്ണീർ
പോ നെഞ്ചിലൊരാളോട് കണ്ണീർ വീണ പോലെ ഇരുന്നാലും അറിയണ്ടേ നെഞ്ചിലൊരാളോട് കണ്ണീർ ഈ ഒരു സൺഡേ എല്ലാവരും കൂടി നന്നായിട്ട് തന്നെ ആഘോഷിച്ചു. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു യാത്രാ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ. ബാംഗ്ലൂരിലെത്തി